അപ്പോൾ നമ്മുടെ റെഡ് ക്ലോ ക്രേഫിഷുകൾ കിടക്കുന്ന ആ ട്രേകളുടെ അടുത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. എന്തിനാണ് നമ്മൾ വന്നേക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്ലാന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ പ്ലാന്റ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന 4 ട്രേകളിലും നമ്മൾ ഓരോ റെഡ് ക്ലോ ക്രേഫിഷുകൾ വീതമാണ് വളർത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ കാണുന്ന ആദ്യത്തെ ട്രേയിൽ ഉണ്ടായിരുന്ന ഒരു വലിയ ഫീമെയിൽ ഈ അടുത്ത് ചത്തുപോയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മുട്ടയിടാണ് ഉണ്ടായത്. മുട്ടയിട്ടിട്ട് അതിന് സ്ട്രെസ് കൂടിയിട്ട് അത് ചത്തുപോകാണ് ഉണ്ടായത്. അത് മുട്ടയിട്ട് ഇരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെന്തോ സ്ട്രെസ് വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ചത്തുപോയത്. ഇപ്പോൾ നമ്മൾ ഈ ട്രേയിൽ ഇട്ടിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ചെറിയ കൂലിലോച്ച് മത്സ്യങ്ങളെയാണ്. ഒരു പാമ്പിൻ്റെ ഷേപ്പിലിരിക്കുന്ന മീനാണ്. അതിനെ നമ്മൾ മുമ്പ് വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അതിനെയാണ് ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ട്രേയിൽ ഇട്ടിട്ടുള്ളത്. ബാക്കി ഈ കാണുന്ന 3 ട്രേകളിൽ നമ്മുടെ കയ്യിലുള്ള ബാക്കി വരുന്ന 3 റെഡ് ക്ലോ ക്രേഫിഷുകളാണ്. ആദ്യത്തെ ട്രേയിൽ കാണുന്നത് മെയിലും രണ്ടാമത്തെ ട്രേയിൽ കിടക്കുന്ന 2 എണ്ണം ഫീമെയിലുമാണ്. ആദ്യത്തെ ട്രേയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഫീമെയിൽ ചത്തുപോയതിന് ശേഷമാണ് നമ്മൾ ഈ ഫ്ലോട്ടിംഗ് അക്വാട്ടിക് പ്ലാന്റ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് സാൽവീനിയ എന്ന് പറയുന്ന ഫ്ലോട്ടിംഗ് അക്വാട്ടിക് പ്ലാന്റ് ആണ്. ഇത് അവർ ഭക്ഷണമായിട്ട് നല്ല രീതിയിൽ തന്നെ കഴിക്കുന്നുണ്ട്. നമ്മൾ അഡീഷണൽ ആയിട്ട് ഇവർക്ക് പെല്ലറ്റ് ഫുഡും ഫീഡ് ചെയ്യുന്നുണ്ട്. ഈ ചെടി ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പരന്ന് കിടക്കുന്നത് കൊണ്ട് ഈ ട്രേയിലേക്ക് വരുന്ന സൺലൈറ്റിനെ ഇത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവരിപ്പോൾ നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. മുമ്പ് കുറച്ചൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. കാരണം ഇതിനകത്ത് നമ്മൾ PVC പൈപ്പുകൾ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ചെറിയ PVC പൈപ്പുകൾ 6 ഇഞ്ച് നീളത്തിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. ഓരോ ട്രേകളിലും 6 പീസ് വീതം നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഹൈഡിങ് സ്പോട്ടായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അകത്താണ് പോയി ഒളിച്ചിരിക്കുന്നത്. കൂടുതൽ സമയം അവർ അതിനകത്ത് ഹൈഡ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഫുഡൊക്കെ കൊടുക്കുന്ന സമയത്തായിരുന്നു അവർ പുറത്തേക്ക് വന്ന് കഴിക്കുന്നത്. ഇപ്പോൾ ഈ ചെടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ അവർ നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം അവർ പുറത്തൊക്കെ വന്ന് നിൽക്കുന്നുമുണ്ട്, അവർ കഴിക്കുന്നുമുണ്ട് ഫുഡ്. പിന്നെ ഈ കാണുന്ന ലാസ്റ്റ് ട്രേ ഉണ്ടല്ലോ, അതിൽ കിടക്കുന്നത് ഫീമെയിലാണ്. അത് ഈ അടുത്ത് മുട്ടയിട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ നേരത്തെ പറഞ്ഞ ആ ഒരു ഫീമെയിൽ ചത്തുപോയെന്ന് പറഞ്ഞു. അത് മുട്ടയിട്ടിട്ട് ബ്രീഡിങ്ങിൻ്റെ ആ ഒരു സ്റ്റേജിൽ വന്ന സ്ട്രെസ്സിലാണ് ചത്തുപോയത്. എന്നാൽ നേരത്തെ കാണിച്ച ആ ലാസ്റ്റ് ട്രേയിൽ കിടന്ന ഫീമെയിൽ അതിന് ശേഷം മുട്ടയിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും സംഭവിച്ചില്ല. കാരണം അത് മുട്ടയിട്ട ആ സമയത്തായിരുന്നു നമ്മൾ ഈ ചെടികൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. എനിക്ക് തോന്നുന്നു ആ ചെടികളൊക്കെ വന്നതുകൊണ്ട് അതിന് ലൈറ്റ് കാര്യങ്ങളൊക്കെ വളരെ കൺട്രോളായി വന്നതുകൊണ്ട് സ്ട്രെസ്സ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് അതിന് പ്രശ്നമൊന്നും ഉണ്ടായില്ല. മാത്രമല്ല അത് മുട്ടയിട്ടിട്ടുണ്ട്, പക്ഷേ മെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ മുട്ട ഫെർട്ടിലൈസ് ആയിട്ടില്ല. ഫെർട്ടിലൈസ് ആവാത്ത മുട്ടകളാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇവർ തന്നെ അത് ഒന്നുകിൽ അത് പൊഴിച്ച് കളയും, അല്ലെങ്കിൽ അവർ തന്നെ അത് കഴിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ ആ ഒരു ഫീമെയിൽ ക്രൈഫിഷിനെ നോക്കിയപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് മുട്ടകളൊന്നും കാണാനില്ല. അപ്പോൾ അത് കംപ്ലീറ്റ് ആ ഒരു ബ്രീഡിംഗ് മോഡിൽ നിന്ന് കംപ്ലീറ്റ് നോർമൽ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ചെടികൾ ഇട്ടത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അതിന് തീരെ സ്ട്രെസ്സ് വരാതിരുന്നത്. നമ്മുടെ നേരത്തെ കാണിച്ച ഫസ്റ്റ് ട്രേയിലുള്ള ഫീമെയിൽ ചത്തുപോകാൻ കാരണം ചിലപ്പോൾ അതിന് ഈ ഒരു സ്ട്രെസ്സ് വന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ ഈ ലൈറ്റിൻ്റെ ഒക്കെ ആ ഒരു പ്രോബ്ലം ആയിരിക്കും. കാരണം ബ്രീഡിംഗ് മോഡിൽ നിൽക്കുന്ന ഫീമെയിലുകൾക്ക് കുറച്ച് ലൈറ്റ് കൺട്രോൾ ചെയ്ത് വേണം കൊടുക്കാനായിട്ട്. കുറച്ച് ഡാർക്ക് ആയിട്ടുള്ളൊരു സ്പേസാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് ചിലപ്പോൾ ആ ഒരു സംഭവം കിട്ടിക്കാണില്ല. അതുകൊണ്ടായിരിക്കും സ്ട്രെസ്സ് വന്നത്. അങ്ങനെയായിരിക്കും ചത്തുപോയിട്ടുള്ളത്. ഈ ചെടി ഇവർ നല്ല രീതിയിൽ തന്നെ കഴിക്കുന്നുണ്ട്. കണ്ടില്ലേ, ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അത് അവരുടെ ക്ലോസ് ഉപയോഗിച്ച് അവർ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കിടക്കുന്ന ഈ ചെറിയ പീസുകളെല്ലാം അങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നതാണ്. അതൊന്നും ഫുൾ പ്ലാന്റ്സ് അല്ല. നമ്മളിത് ഫുൾ പ്ലാന്റ്സ് ആയിട്ടാണ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവർ കഴിക്കുന്ന ആ ഒരു സമയത്ത് അവർ പല പീസുകളായിട്ട് കട്ട് ചെയ്തിടുന്നതാണ്. കണ്ടില്ല, അതെല്ലാം ചെറിയ ചെറിയ പീസുകളായിട്ട് അവർ ക്ലോസ് ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. നമ്മളിത് എവിടെ നിന്നാണ് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ അടുത്ത് പണിത ചെറിയൊരു ടാങ്കിൽ നിന്നാണ്. നമ്മൾ ഈ അടുത്ത് ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്തിട്ടിട്ടുണ്ട്. അത് നല്ല ഫാസ്റ്റായിട്ടാണ് വളരുന്നത്. അപ്പോൾ അതിൽ നിന്ന് മുളച്ച് വരുന്ന ചെറിയ ഇലകളാണ് നമ്മൾ കൂടുതലും കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇടുന്നത്. മുളച്ച് വരുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഇലകളായതുകൊണ്ട് ഇവർക്ക് ഈസി ആയിട്ട് അത് കഴിക്കാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കൂടാതെ നമ്മൾ ഇവർക്ക് പെല്ലറ്റ് ഫുഡും ഫീഡ് ചെയ്യുന്നുണ്ട്. വലിയ സൈസ് പെല്ലറ്റ് ഒരു 6 പീസൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഓരോ ദിവസം ഇടവിട്ടാണ് ഫീഡ് ചെയ്യുന്നത്. കാരണം ആ പെല്ലറ്റ് ഫുഡൊക്കെ ഫുള്ളായിട്ട് കഴിച്ച് തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അവർക്ക് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും വിശപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഇലകൾ അവർ കഴിച്ചോളും. ഈ കാണുന്നത് നമ്മുടെ കയ്യിലുള്ള മെയിലാണ്. രണ്ടാമത്തെ ട്രേയിൽ കിടക്കുന്ന ആ ഒരു മെയിലാണ്. നേരത്തെ കാണിച്ചത് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ഫീമെയിലാണ്. ഏറ്റവും വലിയ ഫീമെയിലാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് ചത്തുപോയത്. അതിനുശേഷം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആകെയുള്ളത് 3 എണ്ണമാണ്. ആ 3 എണ്ണത്തിൽ മെയിലാണ് ഈ കാണുന്നത്. നേരത്തെ കാണിച്ചത് ഉള്ളതിൽ ഏറ്റവും വലിയ ഫീമെയിലായിരുന്നു. നല്ല ആക്റ്റീവായിട്ട് തന്നെ നടക്കുന്നുണ്ട് ഇവർ. ഈവൻ ചത്തുപോയതാണെങ്കിൽ പോലും അത് നല്ല ആക്റ്റീവായിരുന്നു. പക്ഷേ എന്തോ സ്ട്രെസ്സ് വരികയാണ് ചെയ്തത് പെട്ടെന്ന് ആ മുട്ടയിട്ടതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് ചത്തുപോയത്. ഇപ്പോൾ ക്ലൈമറ്റ് നല്ല ചൂടായതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിലേക്കൊക്കെ നല്ല രീതിയിൽ ലൈറ്റും ഹീറ്റും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെടി കിടക്കുന്നത് കൊണ്ട് അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഡാർക്കായിട്ടുള്ളൊരു ആംബിയൻസ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ലൈറ്റ് വല്ലാതെ അടിക്കുന്ന ഒരു സ്പേസ് ഇവർക്ക് അത്ര സ്യൂട്ടബിൾ അല്ല. ഈ സെയിം പ്രോബ്ലം തന്നെയാണ് വരാൻ സാധ്യതയുള്ളത്. അതായത് സ്ട്രെസ്സ് കൂടിയിട്ട് ഇവർ ചിലപ്പോൾ ചത്തുപോകുകയൊക്കെയാണ് ചെയ്യുന്നത്. എല്ലാ ആഴ്ചയിലും നമ്മൾ വാട്ടർ ചേഞ്ച് കൊടുക്കാറുണ്ട്. നമ്മൾ സാധാരണ വെള്ളിയാഴ്ചകളിലൊക്കെയാണ് ഇതിൻ്റെ വാട്ടർ ചേഞ്ച് ചെയ്യാറുള്ളത്. ഇപ്പോൾ നമ്മൾ പ്ലാന്റ്സ് ആഡ് ചെയ്ത് കൊടുത്തത് കൊണ്ട്
നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ കാണുന്ന വെട്ടിയിട്ടിരിക്കുന്ന പീസുകളുണ്ടല്ലോ, കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളായിട്ട് കിടക്കുന്നതൊക്കെ നമ്മൾ കോരി കളയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനകത്തുള്ള ഫുൾ പ്ലാന്റ്സ് മാത്രം ഇതിലേക്ക് തന്നെ തിരിച്ചിടും. പിന്നെ ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ചെടി വളർത്തുന്ന ടാങ്കിൽ നിന്ന് കുറേ ചെടികൾ നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് റീഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ കട്ട് ചെയ്ത ചെറിയ പീസ് നമ്മൾ കളയാറില്ല. നമ്മൾ നമ്മുടെ ആപ്പിൾ സ്നെയിലുകൾക്ക് ഫീഡായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. അവരും ഇത് നല്ല രീതിയിൽ തന്നെ കഴിക്കുന്നുണ്ട്. അവർക്കും നമ്മൾ മിക്സ് ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഈ ചെടിയും അതുപോലെ തന്നെ പെല്ലറ്റും മാറി മാറി കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ സാൽവീനിയെ ഫീഡ് ചെയ്യുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ നമ്മുടെ എല്ലാ ജയൻറ്റ് ഗൗരാമികൾക്കും നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ട്. അവർ അടിപൊളിയായിട്ട് തന്നെ കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ജയൻറ്റ് ഗൗരാമികൾക്ക് ഇവർക്ക് നമ്മൾ അസോള കൊടുക്കാറില്ല. കാരണം അത് തീരെ ചെറിയ പൊടി പൊടിയായിട്ട് കിടക്കുന്നത് കൊണ്ട് ഇവർക്ക് കഴിക്കാൻ അത്ര എളുപ്പമല്ല. എങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. അവർ കഴിക്കണമെങ്കിൽ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഇതിനകത്ത് കാണാം നിങ്ങൾക്ക് ഇടയിൽ അസോള എന്ന് പറയുന്ന ആ ഒരു ഫ്ലോട്ടിംഗ് ചെടി കിടക്കുന്നുണ്ട്. നമ്മൾ മിക്സ് ആയിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. എങ്കിലും കൂടുതലും നമ്മൾ സാൽവീനിയാണ് ഇവർക്ക് ഇട്ട് കൊടുക്കുന്നത്. ജയൻറ്റ് ഗൗരാമികൾക്ക് നമ്മൾ രണ്ടും മിക്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. അവർക്ക് പിന്നെ കുഴപ്പമില്ല, അവർ മുകളിൽ വന്ന് കഴിച്ചോളും. അസോളയാണെങ്കിലും സാൽവീനി ആണെങ്കിലും രണ്ടും അവർ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ടാങ്കിൽ പുതിയതായിട്ട് ആഡ് ചെയ്ത ചെടി വാട്ടർ ക്യാബേജ് ആണ്. അതിൻ്റെ അപ്ഡേറ്റ് വീഡിയോ നമ്മൾ അടുത്ത് തന്നെ ചെയ്യുന്നുണ്ട്. വാട്ടർ ക്യാബേജ് നമ്മൾ വാങ്ങിയ സമയത്ത് ആ പാക്കറ്റിനകത്ത് എങ്ങനെയൊക്കെയോ കുറച്ച് ഡക്ക് വീഡ് പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഡക്ക് വീഡും ആ ഒരു ടാങ്കിൽ വളർന്ന് ഇപ്പോൾ സ്പ്രെഡായി വരുന്നുണ്ട്. ആ ഒരു ടാങ്കിനകത്ത് കിടക്കുന്ന സാൽവീനിയയുടെയും അതുപോലെ തന്നെ നമ്മുടെ അസോളയുടെയും അപ്ഡേറ്റ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. വാട്ടർ ക്യാബേജിൻ്റെ അപ്ഡേറ്റ് ആണ് പെൻഡിങ് ആയിട്ട് കിടക്കുന്നത്. അത് നമ്മൾ അടുത്ത് തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ നമ്മൾ വാട്ടർ പ്ലാന്റ്സ് ഇതുപോലെ ഫ്ലോട്ടിംഗ് അക്വാട്ടിക് പ്ലാന്റ്സ് ഒക്കെ ധാരാളമായിട്ട് വളർത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ക്രേ ഫിഷുകൾക്ക് അതുപോലെ ആപ്പിൾ സ്നെയിലുകൾക്ക് ജയൻറ്റ് ഗൗരാമികൾക്ക് വെജിറ്റേറിയൻ ആയിട്ടുള്ള മറ്റ് മീനുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള ചെടികൾ ഫീഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫുഡ് കോസ്റ്റൊക്കെ നമുക്ക് വേണമെങ്കിൽ കുറച്ചൊക്കെ കുറയ്ക്കാം. ഇത് മാത്രമായിട്ട് ഒരിക്കലും ഇവർക്ക് ഫീഡ് ചെയ്യാനായിട്ട് പാടില്ല. പെല്ലറ്റും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം പെല്ലറ്റിനകത്ത് ബാക്കി കുറേ ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് ഫിഷ് കണ്ടൻറ്റും അതുപോലെ തന്നെ ധാന്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പെല്ലറ്റ് ഫുഡ് നല്ലതാണ്. പിന്നെ ഒക്കേഷണലി നോൺ വെജ് ഒക്കെ കൊടുക്കാം. ഇവർക്കും അതുപോലെ തന്നെ വേറെ ഏത് മീനുകൾക്കാണെങ്കിലും ഇപ്പോൾ ആപ്പിൾ സ്നെയിലുകൾക്കൊക്കെ ആണെങ്കിലും നോൺ വെജ് ആയിട്ടുള്ള സംഭവങ്ങൾ ഫീഡ് ചെയ്യണമെങ്കിൽ ഫീഡ് ചെയ്യാം. മണ്ണിരകൾ അതുപോലെ വേറെ എന്തെങ്കിലും നോൺ വെജ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഫീഡ് ചെയ്യണം. ഇവർക്കും നമുക്ക് ചെമ്മീനൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. മണ്ണിരകളെ കൊടുക്കാം, ചെമ്മീൻ കൊടുക്കാം, ബ്ലഡ് വേംസ് കൊടുക്കാം. അപ്പോൾ അത്തരം സാധനങ്ങളൊക്കെ ഇവർക്ക് കൊടുക്കാം. ഈവൻ ചിക്കനൊക്കെ ചെറിയ പീസായിട്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അങ്ങനെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഡയറ്റ് വേണം നമ്മൾ ഇവർക്കൊക്കെ ഫീഡ് ചെയ്യാനായിട്ട്. കാരണം ഏതെങ്കിലും ഒരെണ്ണത്തിൽ മാത്രം നമ്മൾ എപ്പോഴും സ്റ്റിക്ക് ചെയ്ത് നിൽക്കരുത്. കാരണം ആ ഒരൊറ്റ ഫുഡിൽ നിന്ന് ചിലപ്പോൾ ഇവർക്ക് വേണ്ട എല്ലാ ന്യൂട്രിയൻസും കിട്ടിയെന്ന് വരില്ല. ഇത്തരം ക്രേ ഫിഷുകൾ അല്ലെങ്കിൽ ആപ്പിൾ സ്നെയിലുകൾ അതുപോലെ തന്നെ ജയൻറ്റ് ഗൗരാമി പോലുള്ള മത്സ്യങ്ങളൊക്കെ ഈ 3 വെറൈറ്റി ഫുഡുകളും കഴിക്കും. അവർ പെല്ലറ്റും കഴിക്കും, വെജിറ്റേറിയൻ ഫുഡും കഴിക്കും, നോൺ വെജും കഴിക്കും. എന്നാൽ മറ്റ് പല മീനുകൾ, ഉദാഹരണത്തിന് ഇപ്പോൾ ക്യാറ്റ് ഫിഷ് പോലുള്ള സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ് അല്ലെങ്കിൽ ആൽബിനോ ക്യാറ്റ് ഫിഷ്, അവർ പെല്ലറ്റ് കഴിക്കും അതുപോലെ തന്നെ നോൺ വെജും കഴിക്കും, പക്ഷേ വെജ് കഴിക്കില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ മിക്സ്ഡ് ആയിട്ട് വേണം ഫീഡ് ചെയ്യാനായിട്ട്. ഒരിക്കലും ഏതെങ്കിലും ഒരു ഒറ്റ വെറൈറ്റി ഫുഡിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് നിർത്തരുത്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്ത അപ്ഡേറ്റ് ചെയ്ത ട്രേകളിൽ ഇവർക്ക് ചെടികൾ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ട് ഇവർക്ക്. ഇനി നമ്മൾ ബ്രീഡിംഗ് ആണ് ട്രൈ ചെയ്യാനായിട്ട് പോണത്. ഇതിനകത്ത് ഒരു മെയിലും പിന്നെ ഒരു ഫീമെയിലും ഏകദേശം ഒരേ സൈസ് ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഒരു ബ്രീഡിംഗ് ട്രേയിലേക്ക് മാറ്റണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ട്രേ അല്ല, ഇത് ചെറിയ സൈസാണ്, കുറച്ച് വലിയൊരു കണ്ടെയ്നറിലേക്ക് മാറ്റണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇതിനുള്ള സെറ്റപ്പ് നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. ഇന്നലെ നമ്മൾ ഇവർക്ക് പെല്ലറ്റ് ഫുഡ് ഫീഡ് ചെയ്തിരുന്നു. നമ്മൾ വലിയ സൈസ് പെല്ലറ്റ് ഒരു 6 എണ്ണമാണ് ഓരോ ട്രേയിലും ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കുറച്ച് ബാക്കി നിങ്ങൾക്ക് അവിടെ കിടക്കുന്നത് കാണാം. അത് അവർ ഇന്ന് കഴിച്ച് തീർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർക്ക് കറക്റ്റ് കഴിക്കാനുള്ള ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരിക്കലും ഓവർ ഫീഡ് ചെയ്യാറില്ല. വെള്ളം മോശമാവും തോറും വെള്ളത്തിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ അളവ് കുറയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം നമ്മൾ ഈ ട്രേകളിലേക്ക് എയറേഷൻ, ഫിൽട്രേഷൻ ഇതൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് മീനുകളെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.